ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? അപ്പം ഇന്ന് രാവിലെ ഒരുങ്ങി കെട്ടി എങ്ങോട്ടാന്നല്ലേ? ഞാനും വരാം മേലെ വരെ ആണ്ടച്ചി ഞാൻ കേൾക്കോളൂ, കുഴപ്പമില്ല. നമുക്ക് വടിയോ ഞാൻ വെച്ചോളൂ. വടിയും കുഞ്ഞിനും വടിയും എല്ലാം കൂടി ആവൂല. അപ്പോൾ ഒരു കല്യാണം ഉണ്ട്, കല്യാണത്തിന് പോവാണേ. അപ്പോൾ എന്താ പറയുക, പൊഴുതനാണ് കല്യാണം. ടി വി ഓഫാക്കണ്ടല്ലോ, വാർത്ത വേണമല്ലേ? മുണ്ടക്കൈ പിന്നെയും ഇതായിട്ടുണ്ട്. വയനാട്ടിൽ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലാണെന്ന് ഉറപ്പില്ല, വെള്ളത്തിൻ്റെ ഇതുണ്ട്. ഇങ്ങനെ കാണുകയും കുറച്ചൊന്നും കാക്കട്ടെ, ഇനിയൊന്നും ഇല്ലാതെക്കട്ടെ. അപ്പോൾ പോയിട്ട് വരാം. നല്ല മഴയൊക്കെയാണ്, അതാണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ അയൽവാസീൻ്റെ അനിയത്തിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് പോണത്. അങ്ങനെ ഞങ്ങൾ ആ ചുണ്ടയിലെത്തി ബസ്സിനകത്തേക്കാണ്. ബസ്സിനകത്തേക്കുമ്പോൾ നല്ല മഴയാണ്. പുറേന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ മഴയൊന്നുമില്ല. ഇറങ്ങുമ്പോൾ നല്ല ചോർച്ചയല്ലേ എവിടെയാ? ആ ഇപ്പോൾ നമുക്ക് മഴയുന്ന അവിടെ ഇറങ്ങുന്നിടത്ത് തന്നെ ആയിരിക്കും അല്ലേ? ആ ആ ഇല്ലോ ആണല്ലേ. അങ്ങനെ ഞങ്ങൾ ചുണ്ടയിൽ നിന്ന് വൈദ്യുതി ബസ് കയറിയിട്ടാണ്. ഇനിയിപ്പോൾ പൊഴുതന പോയി അവിടെ കറക്റ്റ് സ്ഥലത്ത് തന്നെ ഇറങ്ങാൻ പറ്റും. പൊഴുതന ബസ് ഇറങ്ങുന്ന അവിടെ തന്നെയാണെന്ന് പറഞ്ഞു കേട്ടോ. നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ബസ്സുകാരോട് പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഒന്ന് പറയണം കേട്ടോന്ന്. പിന്നെ ബസ്സിൽ കുറേ ആൾക്കാർ കല്യാണ വീട്ടിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കല്യാണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് മനസ്സിലായിട്ടോ. അപ്പോൾ പിന്നെ അവിടെ കുറേ ആൾക്കാർ ഇറങ്ങാനുള്ള, അപ്പോൾ ഞങ്ങളും അവിടെ ഇറങ്ങി. പുറത്ത് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. അതേപോലെ നല്ലൊരു പാട്ടൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. ബസ്സിലത്തെ പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. ഇന്നലെ ഞങ്ങൾ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ നല്ല മഴ. പിന്നെ അത് ഒഴിവാക്കി, ക്യാൻസലാക്കി. രാവിലെ ആയപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ പിന്നെ നല്ല മഴ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ ചോർന്നപ്പോൾ പറഞ്ഞ് നമുക്ക് പോയാലോ വിചാരിച്ച്. അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും മഴ തന്നെ കേട്ടോ. ഇപ്പോൾ കുറച്ച് കാലാവസ്ഥ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ചായച്ചെടീൻ്റെ നടുവ് കൂടെ ഇങ്ങനെ ചെറിയ മഴയത്ത് ഇങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുക, ചെറിയൊരു പാട്ടും എന്താ പറയുക, നല്ല രസമുണ്ട് കേട്ടോ. പാട്ട് ഞാൻ ഇട്ട് ചിലപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് പിടിക്കും, അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യാത്തത്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്താനായിട്ടോ. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ടിതാ പൊഴുതന് എത്തിയിട്ടോ. ഇറങ്ങി അവിടെ തന്നെയായിരുന്നു. പിന്നെ ഓഡിറ്റോറിയം ഒരുപാട് നടക്കാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നേരെ മുറ്റത്തേക്കാണ് ഞങ്ങൾ പോയത്. പിന്നെ കുട്ടീനെയും ഫോണും കൂടെ പിടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഇങ്ങനെ എന്താ പറയുക വീഡിയോ ഒരു ഇതാവണത്. പിന്നെ ഇതാ ഒരു പേരൊക്കെ ഫ്രണ്ടിൽ തന്നെ എഴുതി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ കയറി വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളതൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറി. പിന്നെ അവിടെയൊക്കെ നോക്കിയിട്ട് നമുക്ക് അറിയുന്ന ആൾക്കാരും നമ്മൾ അയൽവാസികളൊക്കെ ഉണ്ടോയെന്നൊക്കെ അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് പിന്നെ എന്താ പറയുക, മണവാളിൻ്റെ മണവാട്ടിയൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ, സ്റ്റേജിലേക്കൊന്നും കയറി പോയില്ല. ഞങ്ങൾ ഇവിടെ തന്നെ നോക്കി. പിന്നെ എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മാറ്റിയതൊക്കെ നല്ല വൈറ്റ് ഓഫ് വൈറ്റിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ സ്റ്റേജും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ചോറ് തിന്നാൻ വേണ്ടി പോയി. ചോറ് എന്താ പറയുക, മന്തി ഉണ്ടായിരുന്നു, ചിക്കൻ മന്തിയും ബീഫ് ബിരിയാണിയൊക്കെ. അപ്പോൾ ഞങ്ങളിതാ അതൊക്കെ അടിപൊളിയായി കഴിച്ച്. പിന്നെ മോന് നല്ല ഉറക്കമായതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും വന്നില്ല കേട്ടോ. ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഞങ്ങൾ ആദ്യം കുറച്ച് മന്തി കഴിച്ചിട്ടോ, അതിൻ്റെ ശേഷം കുറച്ച് ബിരിയാണി കഴിച്ച്. എനിക്ക് ഏറ്റവും ഇഷ്ടം മന്തിയാണ്, അതുകൊണ്ട് ഞാൻ ആദ്യം മന്തി കഴിച്ചത്. പിന്നെ ചോറുന്നലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അയൽക്കൂടിയൊക്കെ കുറേ നടന്നിട്ടോ. പിന്നെ അറിയുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന്. പിന്നെ ഞങ്ങൾ മേലേക്ക് കയറി. അപ്പോൾ അപ്സ്റ്റെയർ താഴെ മേലെ ആയിട്ടുള്ളത്. മേലെ സ്റ്റേജും കാര്യങ്ങളൊക്കെ, താഴെ ഫുഡ് കഴിക്കുന്ന സ്ഥലം. ഞങ്ങൾ മേലെ കയറിയ സമയത്ത് പിന്നെ പുതിയാപ്പിളയും പുതിയണ്ണയൊക്കെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് എൻ്റെ പെങ്ങളുണ്ടായിരുന്നു. അപ്പുകാൻ്റെ പെങ്ങളെ കണ്ട് താത്താനോട് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ മഴ ചോരുന്നവരെ കാത്തു നിന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയത്. നല്ല മഴയത്ത് ഇറങ്ങിയില്ല, അതുവരെ അവിടെ വെയിറ്റ് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പം ഇറങ്ങുമ്പോഴേക്കും ബസ്സും കിട്ടിയിട്ടോ. അപ്പോൾ ഇങ്ങോട്ട് അത്ര വലിയ മഴയൊന്നുമില്ല, അവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു. പിന്നെ പുരലെത്താനായി. പിന്നെ അപ്പുകാൻ്റെ പെങ്ങൾ വന്നിരുന്നു. അപ്പോൾ താത്ത മോനക്ക് ഒരു മോതിരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഞാനതൊക്കെ വേഗം എടുത്ത് വെച്ച്. പിന്നെ ന്യൂസ് ന്യൂസ് തന്നെ എല്ലാവരും കാണുന്നത്, ആ മുണ്ടക്കൈത്തതൊക്കെ മറ്റുള്ള കാര്യം കാണുമ്പോൾ പാവം തോന്നും കേട്ടോ. ഇതുവരെ വീടൊന്നും റെഡി ആയിട്ടുമില്ല. കാണുമ്പോൾ ഓരോ വർത്താനെല്ലാം കേൾക്കുമ്പോൾ പാവം തോന്നുക. അവിടുന്ന് കൊണ്ടുവന്ന പഴം കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പമ്പുറി ഉണ്ടാക്കുക വെച്ചപ്പോൾ നല്ല പഴുത്ത പഴം വേണ്ടി അങ്ങനെ ഉണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി രസമുണ്ട്. നമ്മൾ പോയതിന് ശേഷം നല്ല മഴ ചെയ്തിട്ട്
നല്ല പെരുവരും മഴ. ഞങ്ങൾ ചോർച്ചയിൽ പോയോണ്ട് മഴ ബാധിച്ചിട്ടില്ല. പമ്പേഴ്സ് കുറച്ച് പൊട്ടിക്കണം നേരിച്ചാൻ പോയിട്ട് എവിടെ നിൽക്കാൻ പറ്റില്ല അവിടെ. എന്തോ ഒരു മഴ പൊട്ടിയതൊക്കെ എന്താ മുറിച്ചിടാ, ഇപ്പോൾ വെക്കണ്ട. നല്ല പതുക്കോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല പഴുത്താലേ പഴമ്പ് രസം ഉണ്ടാവുക. നല്ല ടേസ്റ്റ് ഉണ്ട്. പൊടി മറന്നോ? പൊടി കഴിഞ്ഞിട്ടുണ്ടാവും. ചോർച്ച ഉണ്ട്, പിന്നെ പെയ്യൂലായിരിക്കും അല്ലേ. പിന്നെ പെരുമയും ആകാശമെല്ലാം മൂടിയിട്ടുണ്ട് ഇപ്പോഴും. ആ ഭാഗം പ്രത്യേകമായ വൈദ്യുതി ഭാഗമല്ലേ അമ്മോ, പെരുമയ. നമ്മളതിന് ചോർന്നപ്പോൾ ഇറങ്ങി, മയത്ത് ഇറങ്ങിയില്ല. താത്തയും ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങാൻ നിന്ന്. അപ്പോൾ മോന് കരഞ്ഞി. അപ്പോൾ വെച്ച് നമുക്ക് പാലെല്ലാം കൊടുത്തിട്ട് ഇറങ്ങാൻ വെച്ച്. അപ്പോൾ താത്താക്ക് ബാങ്ക് പോകണമെന്നാണ്. അങ്ങനെ താത്ത പോയി. ബീഫും പഴംപൊരിയും, ഇന്നലെയും ബീഫും പഴംപൊരി, ഇന്നും ബീഫും പഴംപൊരി. രസമുണ്ടോ? ഇന്ന് പിന്നെ വരട്ടല്ലേ, കുറച്ച് വെള്ളം കറിയില്ലേ. രണ്ടാമത്തെ ദിവസം അങ്ങനെയാണ് ബീഫ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ്സ് അറിയിക്കാം. പിന്നെന്താ, കട്ട സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ, സീ യു ഗൈസ്.